പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാംനാഥ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വണ്ടിയുടെ സ്വന്തം യൂസർ എക്സ്പീരിയൻസ് വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ വണ്ടിയെക്കുറിച്ച് തന്നെ പറയാം. ഞാൻ എടുത്തിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ഏതറിൻ്റെ 450X മോഡൽ ജെൻ 3 ആണ്. 2022 ജനറേഷൻ 3 ഇറങ്ങിയത്. ഞാൻ ആ ഒരു സമയത്ത് ഒക്ടോബർ മാസമാണ് എടുത്തിരിക്കുന്നത്. വരുന്ന ഒക്ടോബർ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ 4 വർഷം ആവാൻ പോവുകയാണ്. എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ 3.5 വർഷത്തിലേക്ക് കടക്കുകയാണ്. വരുന്ന ഒക്ടോബറിൽ 4 വർഷമാവും. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് വണ്ടിയിലേക്ക് തന്നെ വരാം. ബേസിക് ആയിട്ട് എല്ലാവരും നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്ററാണ്. എത്ര കിലോമീറ്ററാണ് നമ്മുടെ വണ്ടി ഓടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഓണാക്കി കാണിച്ചു തരാം. നിലവിൽ നമ്മൾ ആ വണ്ടി ഓടിയിരിക്കുന്നത് 57,515 കിലോമീറ്റർ. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന ഈ ഒരു സ്പോട്ടിൽ എത്തിയപ്പോഴത്തേക്കും അത്രയുമായി. ഇപ്പോൾ ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ ഓടിയ ആൾക്കാരും അതുപോലെ തന്നെ കഴിഞ്ഞ ജെൻ 2 മോഡൽ 2022 ജെൻ 2 നമ്മളെ ട്രിവാൻഡ്രത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു ജെൻ 2 മോഡൽ 1,50,000 കിലോമീറ്റർ ഓടിയ കസ്റ്റമേഴ്സും നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെയുണ്ട്. അതും നമ്മുടെ ട്രിവാൻഡ്രത്ത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കാണും 2-2.5 ലക്ഷം ഓടിയ വണ്ടികളും കാണും. എന്നാലും നമ്മുടെ ഏതറിൻ്റെ റിലയബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇന്നൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്നും ഈ ചാനലിൽ നിന്ന് വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിലോമീറ്ററിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. സോ ഇത്രയും കിലോമീറ്റർ ഓടിയ വണ്ടികളും നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഉണ്ട്, ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഏതറിൻ്റെ റിലയബിലിറ്റി. ആദ്യം നമുക്ക് ഏതർ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഈ 3-3.5 വർഷം കൊണ്ട് നമ്മുടെ ഏതർ എനർജിയുടെ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ജനറേഷൻ 3 മോഡലാണ്. അപ്പോൾ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഈ പറയുന്ന ഒരു 3 ഇയേഴ്സ് പ്ലസ് ഇവരുടെ സർവീസ് ആയാലും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ സർവീസ് എന്ത് പറയാൻ എല്ലാവരും പഠിച്ചു വരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയതാണ്. രണ്ടാമതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾ ഒരു കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമൊക്കെ കുറച്ച് പിഴവുകൾ കാണും. പിന്നെ ആകുമ്പോഴത്തേക്ക് അവർ ഇമ്പ്രൂവ് ആവും. സോ ആദ്യം തന്നെ നമ്മൾ ഇവരെ ഈ ഒരു സർവീസിൻ്റെ കാര്യം തുടങ്ങിയ ടൈമിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 50% നമ്മൾ എൻ്റെ ഒരു സ്റ്റേറ്റിൽ വേണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം. പിന്നെ ആയപ്പോഴത്തേക്കും എന്താണ് ഇപ്പോഴും 3-3.5 വർഷം ഞാൻ എടുത്തതിന് ശേഷം ആയപ്പോഴത്തേക്കും തന്നെ സർവീസൊക്കെ എന്തുകൊണ്ടും ഫാർ ബെറ്റർ ആയിരിക്കുകയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സർവീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഏതറിന് തന്നെ നല്ല പ്രീമിയം സർവീസ് ഏതർ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഏതറിൻ്റെ ഏതർ ഗോൾഡ് സർവീസ് സെൻറ്റർ. നമ്മുടെ ട്രിവാൻഡ്രം പട്ടത്താണ് നമ്മുടെ ഏതറിൻ്റെ ഗോൾഡ് സർവീസ് സെൻറ്റർ ഉള്ളത്. അതുപോലെ തന്നെ എറണാകുളത്തും ഉണ്ട്. ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. എറണാകുളത്തും ഉണ്ട്. അത് ഓരോരോ ഡീലർഷിപ്പുകളാണ് ഈ പറയുന്ന ഗോൾഡ് സർവീസ് സെൻറ്റർ നൽകുന്നത്. ഗോൾഡ് സർവീസ് സെൻറ്റർ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് സർവീസിൽ നമുക്ക് കസ്റ്റമറിന് പ്രീമിയം സർവീസാണ് കൊടുക്കുന്നത്. വിച്ച് മീൻസ് നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്യുന്നു, 1 അവറിനുള്ളിൽ സർവീസ് ചെയ്ത് കഴിഞ്ഞ് വണ്ടി നമ്മൾ തരും. സോ നമ്മൾ എന്ത് ചെയ്യണം, ഏതറിൻ്റെ ആപ്ലിക്കേഷൻ വഴിയോ അതുപോലെ തന്നെ അവിടെ അവർ തന്നിരിക്കുന്ന സർവീസ് സെൻറ്ററിൻ്റെയോ ഡീലർഷിപ്പിൻ്റെയോ സർവീസ് നമ്പറിൽ വിളിച്ച് നമ്മൾ സർവീസ് ബുക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വണ്ടിയിലേക്ക് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. നമ്മൾ ഫിസിക്കലി വണ്ടിയിലിരിക്കുന്ന എയറോഡൈനാമിക്സും അതുപോലെ തന്നെ വണ്ടിയിൽ ഓടിക്കാനുള്ള ഒരു കംഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റാണ് നമ്മൾ ഏതർ നൽകിയിരിക്കുന്നത്. ഇത്രയും കംഫോർട്ടായിട്ട് ഓടിക്കാൻ അതുപോലെ തന്നെ റിലയബിലിറ്റിയും, ഞാൻ റിലയബിലിറ്റി എപ്പോഴും പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി അത്രയും കംഫോർട്ടാണ്. ഈ പറയുന്ന ഓരോ കേർവ്സും നല്ല രീതിയിൽ നമുക്ക് കംഫോർട്ടായിട്ട് നമുക്ക് ആ ഒരു കേർവ്സ് എടുത്ത് വരാൻ പറ്റും. നല്ല വളവും അതുപോലെ തന്നെ കയറ്റങ്ങളും ഇത്രയും നമ്മളിതാ കയറി വന്നു. ഓരോ കയറ്റങ്ങളും ഓരോ ഇറക്കങ്ങളും അതുപോലെ തന്നെ പല മോഡുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഒരു ആവറേജ് എക്സ്പീരിയൻസ്ഡ് ഏതർ യൂസറിനാണെങ്കിൽ നമ്മളിതാ ഈ ഒരു 3 ഇയേഴ്സ് കൊണ്ട് വാർപ്പ് എന്ന് പറയുന്ന ഏതറിലെ ടോപ്പ് സ്പീഡ് മോഡിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. സോ ഈ ടോപ്പ് സ്പീഡ് മോഡിട്ട് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടി ഇഷ്ടത്തിനനുസരിച്ച് ആക്സലറേഷൻ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. വിച്ച് മീൻസ് നമ്മൾ ഈ ഒരു കയറ്റങ്ങളൊക്കെ കയറുമ്പോഴത്തേക്കും നമ്മൾ മോഡ് മാറ്റി കൊടുക്കണ്ട. നമുക്ക് ആ ഒരു വാർപ്പ് മോഡിൽ ഒരു കൺട്രോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എക്സ്പീരിയൻസ്ഡ് ആവും. അതാണ് ഞാൻ എല്ലാവരുടെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് എടുത്ത ആൾ ഇതേപോലെ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് മോഡായ വാർപ്പ് മോഡിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല.
കാര്യമില്ല. അവരൊരു സ്മാർട്ട് ഇക്കോയിലൊക്കെ ഇട്ട് ഓട്ടിച്ച് പരിശീലിച്ച് ഒരു വർഷമൊക്കെ ജസ്റ്റ് എടുത്ത് ഓരോരുത്തരുടെ കേപ്പബിലിറ്റി പോലെ ഇരിക്കും. ഒരു വർഷമൊക്കെ എടുത്ത് നന്നായിട്ട് പ്രാക്ടീസ് ആയതിനു ശേഷമായിരിക്കും ഈ ഒരു വാർപ്പ് മോഡിലേക്ക് പോകേണ്ടത്. വാർപ്പ് മോഡ് ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ത്രോട്ടിലൊക്കെ കൊടുത്ത് നന്നായിട്ട് ഓടിക്കാം. ഞാൻ എൻ്റെ ഒരു മനസ്സിലാക്കിയ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ബാക്കിയുള്ളവർക്ക് അത് വേരീസ് ആവും. ഓക്കെ, അങ്ങനെയുള്ളവരുടെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ വാർപ്പ് സ്പീഡ് മോഡാണ് ഞാനിട്ട് ഓട്ടിക്കുന്നത്. അങ്ങനെ ഓട്ടിക്കുമ്പോഴത്തേക്കും എനിക്ക് ഏകദേശം നല്ലൊരു റേഞ്ചാണ് കിട്ടുന്നത്. നല്ലൊരു റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വാർപ്പ് ഇട്ട് കഴിഞ്ഞാലും അതിനനുസരിച്ച് നമ്മൾ കൈ കൊടുത്ത് ഓട്ടിക്കുക. വിച്ച് മീൻസ് നമ്മളൊരു 45-50 km/h കീപ്പ് ചെയ്ത് ഓട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റേഞ്ച് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഏതർ 3.7 kW ബാറ്ററിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 6 kW ഒരു മോട്ടറുമാണ് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ഏതർ വന്നിരിക്കുന്നത് 2.9 kW ഉണ്ട്. അതുപോലെ തന്നെ 3.7 kW ബാറ്ററി പാക്കും വന്നിട്ടുണ്ട്. മോട്ടറെല്ലാം ഇന്നേ വരെ സെയിം ആണ്. ഈ പറയുന്ന ജനറേഷനിൽ മാത്രം 6 kW മോട്ടറാണ് നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഏതറിൻ്റെ ടോപ്പ് വേരിയൻറ്റ് വെഹിക്കിളായ ഏതർ 450 Apex എന്നുള്ളൊരു വെഹിക്കിളുണ്ട്. ആ ഒരു വെഹിക്കിളിൽ വന്നിരിക്കുന്നത് 3.7 kW ബാറ്ററിയാണ്. അതുപോലെ തന്നെ വന്നിരിക്കുന്ന മോട്ടർ എന്ന് പറയുന്നത് 7 kW മോട്ടറാണ്. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതറിലെ ഒരു ടോപ്പ് മോഡലാണ് ഏതർ 450 Apex എന്ന് പറയുമ്പോഴത്തേക്കും പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടർ ഫ്രം ഏതർ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 100-101 മാക്സിമം കയറുന്നത്. സോ ആ ഒരു വണ്ടിയെ കൺസിഡർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ 7 kW ഒരു മോട്ടറാണ് വന്നിരിക്കുന്നത്. ഇത്രയും സ്പീഡ് ഉള്ളത് കൊണ്ടാണ് അവർ ഈ ഒരു മോട്ടർ കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്കിവിടെ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞതേ ഉള്ളൂ. സോ നമ്മൾ ഈ ഒരു ജനറേഷൻ 3യിലേക്ക് വരുമ്പോഴത്തേക്കും ഏതർ ഇറക്കിയിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് വെഹിക്കിൾ സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം ഫ്രം ജനറേഷൻ 3. ഫ്രം ജനറേഷൻ 3 ആണ് നമുക്ക് ഈ ഓട്ടോ ഹോൾഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇനേബിൾ ആക്കി തന്നിരിക്കുന്നത്. അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഓട്ടോ ഹോൾഡ് കൊണ്ട് വളരെ ഉപയോഗമാണ് ഉള്ളത്. ഞാൻ എടുത്ത സമയത്ത് ഈ ഒരു വണ്ടിയിൽ ഓട്ടോ ഹോൾഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇല്ലായിരുന്നു. എടുത്തു കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ ഓട്ടോ ഹോൾഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്. ഓട്ടോ ഹോൾഡ് ഫീച്ചറിൻ്റെ യൂസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തേരി കയറ്റത്തിലോ അതുപോലെ തന്നെ സ്ലോപ്പിലോ എത്തുമ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക് പിടിച്ച് അവിടെ വണ്ടി നിർത്തുമ്പോഴത്തേക്കും വണ്ടി ഓട്ടോമാറ്റിക്കലി ആ ഒരു തേരിയിൽ നിൽക്കും. നമുക്ക് അവിടെ ഇപ്പോൾ ഒരു ട്രാഫിക് ഉണ്ടെങ്കിൽ അത്രയും നേരം നമ്മൾ കൈ പിടിച്ച് നിൽക്കേണ്ട, ട്രാഫിക്കിൽ അത്രയും നേരം നമ്മൾ കൈയും പിടിച്ച് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. ജസ്റ്റ് ഓട്ടോ ഹോൾഡ് അവിടെ എത്തുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ട്രിഗർ ആവും, അല്ലെങ്കിൽ ട്രിഗർ ആയില്ലെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് പിടിച്ച് നിർത്തുക. അതാണ് ഓട്ടോ ഹോൾഡിൻ്റെ യൂസ്. അതിനുശേഷം ഇറങ്ങിയ എല്ലാ ജനറേഷനിലും ഏതർ ഈ ഒരു ഓട്ടോ ഹോൾഡ് ഫീച്ചർ നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടും യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ഓട്ടോ ഹോൾഡ്. പിന്നെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ജനറേഷൻ 3യിൽ നല്ല രീതിക്ക് തന്നെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ കൂടെ കുറേ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതേപോലെ കോസ്റ്റിംഗ് റീജൻ, ഫാൾ സേഫ്, പിന്നെ അതുപോലെ തന്നെ ഈ ഇടയിട്ട് ഏതർ സ്റ്റാക്കിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏതർ സ്റ്റാക്ക് 7ൽ വന്ന ഈ ക്രിക്കറ്റ് സ്കോർസ് ഓൺ ഡാഷ്ബോർഡ്, ഇനിയും പുതിയതായിട്ട് കുറേ അപ്ഡേറ്റ്സ് വരും. അത് നിലവിൽ ഓൺ ദ വേ ആണെന്ന് നമുക്ക് പറയാം. എന്തായാലും ഇതുവരെയായിട്ടും വേറെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും ഏതർ പഠിച്ച് തെളിഞ്ഞ ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു 450X. അവർ ഇതിൽ ഇനി എന്ത് വേണോ ചെയ്യാമെന്നാണ് ഏതർ പറയുന്നത്. നമുക്കിനി ഫ്യൂച്ചറിൽ ABS കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ തന്നെ നിലവിലിറങ്ങിയ ജനറേഷൻ 5ൽ ക്രൂയിസ് കൺട്രോൾ വരെ അവർ കൊണ്ടുവന്നു. അതുപോലെ തന്നെ പണ്ട് ഏതർ ക്രൂയിസ് കൺട്രോൾ ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. പക്ഷെ അന്നൊന്നും നടന്നില്ല. അവർ മാക്സിമം ശ്രമിച്ചായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ റിസർച്ചിന് ശേഷമാണ് അവർ ഈ ഒരു ക്രൂയിസ് കൺട്രോൾ, അവിടുത്തെ എൻജിനീയേഴ്സ് ആയാലും അതുപോലെ തന്നെ വണ്ടിയുടെ CEO ആയാലും കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അവർ വെൽ എൻജിനീയർഡ് ആയിട്ടാണ് അവരുടെ പുതിയ ജനറേഷൻ 5ലേക്ക് ഈ ഒരു ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്ന ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് മുന്നേ ഏതറിൻ്റെ കൂടെ ഇറങ്ങിയ ചില ഇലക്ട്രിക് വെഹിക്കിൾസിനും ക്രൂയിസ് കൺട്രോൾ ഉണ്ടായിരുന്നു. ബട്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷനിലാണ് പിന്നെ ആ ഒരു ക്രൂയിസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തത്. പക്ഷേ ഏതറിൻ്റെ കാര്യത്തിൽ അന്ന് അവർ കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചു, ബട്ട് നടന്നില്ല. പക്ഷേ ഇപ്പോൾ ജനറേഷൻ 5ൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അവരുടെ വെൽ എൻജിനീയർഡ് അതുപോലെ തന്നെ അത്രയും റിസർച്ചൊക്കെ നടത്തി ടെസ്റ്റൊക്കെ നടത്തിയതിന് ശേഷമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം റിസർച്ച് എടുത്താണ് ഈ ഒരു കാര്യം അവർ ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്നു എന്നൊന്ന് ആലോചിക്കണം. അതും ഇന്ത്യയിൽ തന്നെ ഈ ഒരു കൊച്ചു സ്മാർട്ട് ഇലക്ട്രിക് വെഹിക്കിൾ, ഇപ്പോൾ നമുക്ക് കൊച്ചു സ്മാർട്ട് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയാം. കാരണം കുറേ പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട്. ഇലക്ട്രിക് തന്നെ ഇപ്പോൾ ഇലക്ട്രിക് യുഗമാണ്. ഞാൻ അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്തൂസിയാസ്റ്റും കൂടെ ആയതുകൊണ്ട് എനിക്കത് പ്രത്യേകിച്ച് ഇന്ന വെഹിക്കിൾ എന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഞാൻ ഓടിച്ച് എനിക്ക് ഇഷ്ടപ്പെടുന്ന വെഹിക്കിളിനെ കുറിച്ചായിരിക്കും ഞാൻ കൂടുതലും റിവ്യൂ ചെയ്യുന്നതും അതുപോലെ തന്നെ ഞാൻ അതിനെക്കുറിച്ച് റെക്കമെൻഡ് ചെയ്യുന്നതും. അങ്ങനത്തെ ഒരു ക്രൂയിസ് കൺട്രോൾ ഫീച്ചറാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു 3 വർഷം കൊണ്ട്
അതുകൊണ്ട് നമ്മൾ എന്ത് പറയാൻ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് തരേണ്ട ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ സർവീസും നല്ല കറക്റ്റായിട്ട് ചെയ്തു പോവുക. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്കൊരു പ്രോപ്പർ റൈഡിങ് എക്സ്പീരിയൻസ് ഈ ഒരു വെഹിക്കിളിൽ നിന്ന് തിരിച്ചും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ഒരു വണ്ടിയെ നോക്കും പോലെ ഇരിക്കും അതിൽ നിന്നുള്ള തിരിച്ചുള്ള ഒരു ഔട്ട്പുട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു 3-3.5 വർഷം കൊണ്ടുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി തുടർന്നും ഇതേപോലത്തുള്ള വീഡിയോ ലഭിക്കാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ രാംനാഥ് സൈനിങ് ഔട്ട്. 3-3.5 വർഷമായിട്ട് നമ്മുടെ എതിർത്ത ഇപ്പോൾ ഒരു ചെറിയൊരു കയറ്റം കയറാൻ പോവുകയാണ്. ഞാൻ എന്നാലും ഒന്ന് കാണിച്ചുതരാം. ഇത് അത്യാവശ്യം കയറ്റമുണ്ട്. വാർപ്പ് മോഡിലാണ് കിടക്കുന്നത്. എന്നാലും ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ എന്ത് സുഖമായിട്ട് കയറി പോകുന്നത്. ഞാൻ പറയുന്ന ആ ത്രോട്ടിലിരുന്ന് ഞാൻ ഒരു പൊടിക്ക് ആ ത്രോട്ടിൽ കൊടുത്തിട്ടുള്ളൂ. ഇത്രയും വർഷമായിട്ടും അതാണ് നമുക്ക് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു ഗുണം. കണ്ടില്ലേ ആ ഒരു സ്റ്റീപ്പ് കയറ്റം കയറി പോകുന്നുണ്ട്. കണ്ടില്ലേ മനസ്സിലായി. ഇനിയുണ്ട് കയറ്റം, ഇഷ്ടം പോലെ ഉണ്ട് കയറ്റം. കണ്ടില്ലേ ആ ഒരു കർവ് എല്ലാം പറ്റുമ്പോൾ നോക്കണേ. എന്ത് പക്കാ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ പക്കാ സ്മൂത്ത്. 29 ആ ഒരു ഇതിലാണ് പോകുന്നത്. കണ്ടില്ലേ ഭയങ്കര എന്ത് പറയാ, ഇതെല്ലാം കയറ്റമാണ്. അതാ കയറി എന്ത് സ്മൂത്താണ്, നമുക്ക് പറയാനായിട്ട് വാക്കുകളില്ല. അതാണ് നമ്മൾ ഈ ഒരു ഏതർ എനർജിയെ ട്രസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അത്രയും ട്രസ്റ്റ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ തരുന്നുണ്ട്. ഇത്രയും കയറ്റമാണ് ഈ വണ്ടി ഫുള്ളായിട്ട് കയറുന്നത്. ഞാൻ ഇപ്പം കയറ്റം കയറുന്ന കാര്യം തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞു പോകും. പിന്നെ അതുകൊണ്ട് തന്നെ കാറ്റടിക്കുന്നുണ്ട്, വോയിസിന് ചെറിയ പ്രശ്നം വരും. അതൊന്ന് നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് എടുത്താണ് ചെയ്യുന്നത്. കേട്ടില്ലേ? ഓക്കെ, ഏതറിനെ കുറിച്ച് പറയാനായിട്ട് വാക്കുകളില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വേറൊരു വണ്ടി ചൂസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും വീണ്ടും ബാക്ക് ടു ഏതർ തന്നെ വന്നത്. ഞാൻ ഏതറിനെ എന്ത് പറഞ്ഞു പൊക്കി പറഞ്ഞിടുന്നൊരു വീഡിയോ ജസ്റ്റ് നമ്മൾ ഇതിന്റെ ഒരു റിലയബിലിറ്റി മനസ്സിലാക്കണം. നമ്മളൊരു വണ്ടിയെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ ആ വണ്ടി നമുക്ക് തരുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ആ ഔട്ട്പുട്ടാണ് എന്ത് പറയാൻ, ആ ഒരു ഔട്ട്പുട്ടിലാണ് നമ്മളെ വീഴ്ത്തുന്നത്. മനസ്സിലായോ? ഒരു വെഹിക്കിള് അതിന്റെ R&D ടീം ആയാലും എന്തായാലും കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്ക് ഔട്ട്പുട്ട്, അത് നമ്മുടെ ഏതർ എനർജിയെ കുറിച്ച് പറയുന്നു എന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എവർ ആണ് കേട്ടോ.